ഞങ്ങളുടെ കേരളത്തിലെ ബഡ്ജറ്റ് ഇൻ ബ്രീഫിന്റെ ഡീറ്റെയിൽസ് കിട്ടും. കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഇതിപ്പോ ലേറ്റസ്റ്റ് ആണ്. ഇത് കേരള ഗവൺമെന്റ് ബഡ്ജറ്റ് സംബന്ധിച്ച് ഉള്ള നമ്മുടെ ഒരു ആപ്പുണ്ട്, കേരള ബഡ്ജറ്റ് .gov.in എന്നാണെന്നാണ് അതിന്റെ അഡ്രസ്. അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനേക്കാളും വളരെ ബെറ്റർ ആണെന്ന് കാണാം. ഇപ്പൊ ലേറ്റസ്റ്റ് അവതരിപ്പിച്ച സെൻട്രൽ ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഏകദേശം റൗണ്ടഡ് ഫിഗർ 48 ലക്ഷം കോടി രൂപയാണ് സെൻട്രൽ ഗവൺമെന്റ് ടോട്ടൽ ബഡ്ജറ്റ് ഔട്ട്ലേ. അതിനകത്ത് ബോറോയിങ് 36% ആണ്. ആകെയുള്ള 48 ലക്ഷം കോടി രൂപ ചെലവിൽ ഒരു വർഷം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 12 crore rupees ആണ്. ഏകദേശം റൗണ്ടഡ് ഫിഗർ 48 ലക്ഷം കോടി രൂപയാണ് സെൻട്രൽ ഗവൺമെന്റ് ടോട്ടൽ ബഡ്ജറ്റ് ഔട്ട്ലേ. അതിനകത്ത് ബോറോയിങ് 36% ആണ്. ആകെയുള്ള 48 ലക്ഷം കോടി രൂപ ചെലവിൽ ഒരു വർഷം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 12 crore rupees ആണ്. 25% ആണ്. കേരളം ഇതിന്റെ പകുതിക്കടുത്തേ ഉള്ളൂ. കേരളത്തിന്റെ ശരാശരി ഞാൻ പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ട്രെങ്ത് ഞാൻ നോക്കുകയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് വാദമാണല്ലോ 3% ആണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആവാവുന്നത് FRBM ആക്ട് അനുസരിച്ച്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം 2.5 എടുക്കാൻ സംബന്ധിച്ചുള്ളൂ ഇത് വെച്ചിട്ട്. അതാണ് CM പറഞ്ഞത്. പിന്നെ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റീവ് കുറച്ചു. ഇപ്പോഴത്തെ ഞങ്ങളുടെ ടാർഗറ്റ് അനുസരിച്ച് ഞങ്ങൾ 3.5 പറഞ്ഞിട്ടുള്ള പെർസെന്റിനപ്പുറം ഇലക്ട്രിസിറ്റിയുടെ പേരിൽ 0.5%. അതുകൊണ്ട് അപ്പുറം ഞങ്ങൾ എക്സീഡ് ചെയ്യുന്ന പ്രശ്നമില്ല. അപ്പൊ 3% കേരളത്തിനും ബാധകമാണ്, എല്ലാ സ്റ്റേറ്റിനും ബാധകമാണ്, സെൻട്രൽ ഗവൺമെന്റിനും ബാധകമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ഡോക്യുമെന്റ് നിങ്ങൾ നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷം 6.4% എടുത്തു, ഞങ്ങൾക്ക് 2.5 എടുക്കാൻ പറ്റുള്ളൂ. ഈ വർഷം 5.8% ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ്. കേരളം ഈ പറഞ്ഞ ലിമിറ്റിനകത്തേ ഉള്ളൂ. കേരളത്തിന് സെൻട്രൽ അത് കോടതി കൊടുത്തതിനനുസരിച്ചിട്ടുള്ളതിനേക്കാളും നമ്മുടെ ആകെ കടം കോവിഡ് സമയത്തുള്ള കടം കൂടി എന്നാണ് പറയുന്നത്. അത് കുറഞ്ഞു വരികയാണ്. ആ കണക്കുകളെല്ലാം ഉണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഏത് ക്രൈറ്റീരിയ നോക്കിയാലും കേരളം അതിന്റെ ഫൈനാൻഷ്യൽ കൺസോളിഡേഷന്റെ കാര്യത്തിൽ നന്നായിട്ട്, ഫിസിക്കൽ കൺസോളിഡേഷന്റെ കാര്യത്തിൽ നന്നായി വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് കണക്കുകളുള്ളത്. കർണാടക സമരമായിരുന്നു. കർണാടകത്തിന്റെ സമരത്തിൽ അവിടുത്തെ ഉപമുഖ്യമന്ത്രി അടക്കം കേരളത്തിന്റെ സമര ആവശ്യങ്ങളോട് അനുഭാവത്തോടെ സംസാരിച്ചു, പിന്തുണയും നൽകുന്ന സാഹചര്യം ഉണ്ടായി. നാളത്തെ കേരളത്തിന്റെ സമരത്തിൽ എനിക്കൊന്ന് BJP പോലെ തന്നെ കോൺഗ്രസും സഹകരിക്കാതിരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ബാക്കി പ്രാദേശിക പാർട്ടികളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സഹകരിക്കുന്നു. കർണാടകം കോൺഗ്രസ് സ്വീകരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് നല്ല സമീപനമായി. അവരോട് അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രത്യേകം നന്ദി എന്ന് ഞാൻ പറയുന്നതിന് കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ മനോഭാവത്തെക്കുറിച്ച് അവർക്ക് അറിയാവുന്നതാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിത് പരസ്യമായി പറഞ്ഞത് എന്നത് കാണണം. അത് കേരളത്തിലെ കോൺഗ്രസിനുള്ളൊരു മറുപടി കൂടിയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് തീർന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഇവിടെ പങ്കെടുക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉണ്ടാകുമെന്ന് സംശയമാണ്. ഇപ്പോൾ ഇതൊരു രഹസ്യമല്ല, നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സമരം തീരുമാനിക്കുന്നതിന് മുൻപ് ആദ്യമായി ആലോചിക്കുന്നത് അവരുമായാണ്, പ്രതിപക്ഷവുമായാണ്. പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചാണ് ഈ കാര്യം ആദ്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് മറുപടി പറയാം എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ മറുപടി നിഷേധ രൂപത്തിലാണ് വന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ മറ്റാലോചനകൾ തന്നെ നടത്തുന്നത്. അത്രയും ജനാധിപത്യ രീതിയായിരുന്നു ഞങ്ങൾ സ്വീകരിച്ചത്. ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇതുപോലൊരു കാര്യത്തിൽ എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല എന്നുള്ളത്. അപ്പോഴേക്കും ഞങ്ങൾ ഖാർഗെയെ ക്ഷണിച്ചുകൊണ്ടുള്ള അദ്ദേഹവും ചിലപ്പോൾ വരാതിരിക്കുന്നത് ഇവരുടെ സമ്മർദ്ദം മൂലമായിരിക്കാനാണ് സാധ്യത. മറ്റാളുകൾ പലരും ഇതിൽ പങ്കെടുക്കാൻ തന്നെയാണ് പോകുന്നത്. സ്വാഭാവികമായും ഇതര മുഖ്യമന്ത്രിമാർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്തുകൾ അയച്ചിട്ടുണ്ട്. പലരും ഇതിൽ പങ്കെടുക്കുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് വാസ്തവത്തിൽ ഇപ്പൊ വാദത്തിന് വേണ്ടി പറയുന്ന രേഖകളായിരിക്കും. നമ്മൾ അവിടുന്ന് ഇത് സംബന്ധിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ റെസീറ്റ്സ്, ആ റെസീറ്റ്സ് കൊടുത്തു. എന്നിട്ട് അത് ഓൺലൈനായിട്ട് അയച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് അയക്കുക കൂടാതെ നമ്മൾ അതിൻ്റെ ആ മേഖലയിലെ ചുമതലയുള്ള കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ അവർ വന്ന് നേരിട്ട് കൂടെ കൊടുത്തതാണ്. ഇത് ആ സമയത്തൊന്നും പറഞ്ഞില്ല. ഈ സമയത്ത് ഇപ്പോഴാണ് കേസിന്റെ സമയം വരുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്.
ലേറ്റസ്റ്റ് ബഡ്ജറ്റ് നോക്കിയാൽ അറിയാം 60% കട്ട് ചെയ്യുകയും ചെയ്തു ഉള്ള ബഡ്ജറ്റ്. ഞാൻ പറഞ്ഞത് കൊടുക്കാതിരുന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ കൊടുക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ട് ഈ സമയത്താണെന്ന് പറയുന്നു. ഈ കേസിന്റെ സമയത്താണ്. അതായത് നമ്മൾ ആ കാര്യങ്ങൾ കൊടുത്തിട്ട് അവർ പറഞ്ഞതനുസരിച്ചിട്ട് കാര്യങ്ങൾ പേപ്പർ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ പലപ്പോഴും. ഇപ്പോഴത്തെ GST കാര്യത്തിനകത്ത് പലപ്പോഴും നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് GST കോമ്പൻസേഷൻ കിട്ടിയില്ല എന്നുള്ള കാര്യം കേരളം ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കേരളത്തിന് മിക്കവാറും GST കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്. 5 വർഷമേ കോമ്പൻസേഷൻ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ AG റിപ്പോർട്ട് കൊടുത്ത് ഞങ്ങളതിന്റെ എല്ലാ സ്റ്റേറ്റുകളും സെറ്റിൽ ചെയ്യണമായിരുന്നു. കേരളവും AG കണക്ക് കൊടുത്തു. ഇന്ന് ആ സെറ്റിൽമെന്റിന്റെ ഫൈനൽ കണക്കും വന്നിട്ടുണ്ട്. അത് കിട്ടിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഇന്നത്തെ കണക്കനുസരിച്ച് ഇന്ന് ലെറ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും 5 വർഷക്കാലത്തെ ഏറ്റവും അവസാനം വരെയുള്ള AG റിപ്പോർട്ട് അവർ അംഗീകരിച്ച് ഞങ്ങൾക്ക് തരാനുള്ള ബാലൻസ്, ഞങ്ങൾക്ക് അക്കൗണ്ട് അനുസരിച്ച് തരാനുള്ള ബാലൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോമ്പൻസേഷന്റെ കാര്യത്തിൽ തന്നിട്ടില്ല എന്നുള്ളത് അല്ല. അത് നേരത്തെ ഒരു 2 വർഷം മുമ്പ് 8,000 12,000 ഒക്കെ തരാനുണ്ടായിരുന്നു. അപ്പം ആ കോമ്പൻസേഷൻ പീരീഡ് കഴിഞ്ഞു. കോമ്പൻസേഷൻ പീരീഡ് നീട്ടണം എന്നുള്ള ആവശ്യം എല്ലാവരും ഉന്നയിച്ചു. കാരണം GST വന്നതിന് ശേഷം സ്റ്റേറ്റുകൾക്ക് ആകെ നഷ്ടമാണ്. പ്രത്യേകിച്ചും പ്രളയവും കോവിഡും ഒക്കെ വന്നതിന്റെ ആ നഷ്ടം നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് GST കോമ്പൻസേഷന്റെ കാര്യത്തിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത പോലെ കോമ്പൻസേഷൻ കിട്ടുന്നതും ഈ വലിയ നഷ്ടം ഞങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റിനും 16% റവന്യൂ ന്യൂട്രൽ ആയിട്ട് 16%, 100-ൽ 16 രൂപ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം 100-ൽ 11 ാണ്. അതാണ് GST സംബന്ധിച്ച വിഷയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പറഞ്ഞു അദ്ദേഹം അടുത്ത 5 വർഷം കൂടി ഭരിക്കാൻ പോകുന്നു. കർണാടകം പറയുന്നത് ഇങ്ങനെ പോയാൽ ഈ പോരാട്ടം തുടരേണ്ടി വന്നാൽ ഒരു സദർ അലയൻസ് വേണ്ടി വരും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് CMന്റെ നിലപാടെന്താണ്? രണ്ടാമത് ഈ വീടുകളുടെ ബ്രാൻഡിങ്ങിന്റെ പ്രശ്നം പറഞ്ഞു, അതൊരു ഔദാര്യമല്ല എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള രാജ്യത്ത് എല്ലായിടത്തുള്ള ഒരു പ്രവണത MP-മാരുടെയും MLA-മാരുടെയും വികസന ഫണ്ട് എന്ന് പറഞ്ഞ് സ്കൂൾ ബസ്സിലും സ്കൂളിന്മേലും ഒക്കെയും വെയിറ്റിംഗ് ഷെഡിലും ലാമ്പ് പോസ്റ്റിലും ഒക്കെ എഴുതി വെക്കുന്ന രീതി, അത് ഒഴിവാക്കുന്നതിന് കേരളം മാതൃകയാണ്. അല്ല, രണ്ടാമത്തത് പിന്നെ പറയാ, ഈ ആദ്യത്തെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവത്തിൽ നാം കാണേണ്ടത് രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരും ഈ നില തുറന്നുകൂടാ എന്ന് കാണുകയാണ്. അതീവ ഗൗരവമായി നമ്മുടെ രാജ്യം ഈ ആദ്യത്തെ കാര്യത്തിൽ നാം കാണേണ്ടത് രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരും ഈ നില തുറന്നുകൂടാ എന്ന് കാണുകയാണ്. അതീവ ഗൗരവമായി നമ്മുടെ രാജ്യം നിലനിന്നു പോകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പരിഹരിക്കാനാവാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകും എന്നുള്ള ആശങ്ക രാജ്യത്താകെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് തുറന്നു വരാനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നതാണ് നാം കാണേണ്ടത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ പരാജയത്തിൻ്റെ അടിസ്ഥാനം അത് കോൺഗ്രസ് കാണിച്ചിട്ടുള്ള കുറച്ചൊരു വിവേകമില്ലായ്മയുടെ ഭാഗം കൂടിയാണ്. നല്ല വിവേകത്തോടെ സംസ്ഥാനങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ കൂട്ടുകെട്ട് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയും. എല്ലാ മതനിരപേക്ഷ ശക്തികളെയും ഒന്നിച്ചു നിർത്തി BJPക്കെതിരെ അണിനിരക്കാൻ തയ്യാറുള്ള മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചു പോയാൽ നല്ല രീതിയിൽ ഈ പറയുന്ന BJPയുടെ പരാജയം ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നില. അതാണ് രാജ്യം പൊതുവിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ വേറെ ആശങ്ക ഉണ്ടാകുന്നതായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അത് രണ്ടും രണ്ടാണ്. അത് പൊതുവിൽ ആളുകൾ ഒരു പദ്ധതിക്ക് പണം ചെലവിടുമ്പോൾ ആ പണം ചെലവിട്ടതിൻ്റെ ഭാഗമായിട്ട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ തന്നെ എല്ലാവരും അത് കാണിക്കുന്നുണ്ട്. ഇന്ന വകയുള്ളതാണ് ഈ പദ്ധതി. അത് പൊതുവായിട്ടുള്ളതാണ്. ആ പൊതുവായിട്ടുള്ളതിൽ വലിയ പ്രശ്നം ഇല്ല എന്ന് പറയാമെങ്കിൽ ഇതൊരാൾ താമസിക്കുന്ന വീട്, ആ വീട്ടിലേക്ക് അയാൾ ചെന്ന് കയറുമ്പോൾ ഇതെൻ്റെ വീടല്ല, ഇതൊരു ഔദ്യോഗികം കിട്ടിയ വീടാണ് എന്ന് വരുന്നത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തലാണ്, അഭിമാനത്തെ മുറിക്കലാണ്. അത് പാടില്ല എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് നിലപാട്. അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനം കഥ. ഏത് അത് BJPയുടെ നിലപാടുകൾക്കെതിരെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് യോജിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളിൽ യോജിക്കുക. ഇപ്പോൾ കേരളം ഒരു ഗവൺമെൻറ്റാണ്, കർണാടക ഒരു ഗവൺമെൻറ്റാണ്, തമിഴ്നാട് വേറൊരു ഗവൺമെൻറ്. അങ്ങനെയുള്ള അവസ്ഥകൾ വെച്ചുകൊണ്ട് യോജിക്കാൻ കഴിയാവുന്ന നിലയിലുള്ള നീക്കങ്ങൾ നടത്താനും നമുക്ക് ഇപ്പം തന്നെ യോജിക്കാവുന്ന പല മേഖലകളുണ്ട്.
അത് ചർച്ച ചെയ്യാൻ അവർ തയ്യാറാണെങ്കിൽ ചർച്ച ചെയ്യാൻ ഞാനും തയ്യാറാണ്, ഞങ്ങളും തയ്യാറാണ്. അതിനൊരു വിഷമവുമില്ല. ആ തരത്തിലുള്ള യോജിപ്പ് വളർത്തിയെടുക്കാനും സാധിക്കും. നോർത്ത് സൗത്ത് ഡിവൈഡിൻ്റെ പ്രശ്നമായിട്ട് അത് കാണേണ്ടതില്ല. ഇത് സംസ്ഥാനങ്ങളുടെ ആകെ അധികാരങ്ങൾ കവരുന്ന പ്രശ്നമാണ്. ഫെഡറലിസത്തിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന പ്രശ്നമാണ്. അത് പൊതുവിൽ രാജ്യത്താകെയുള്ളതാണ്. അതിൽ ഡൽഹിയിൽ പരിമിതമായ അധികാരികളൊന്നും ഡൽഹി നേരിടുന്നുണ്ട്, പഞ്ചാബ് വലിയ തോതിൽ നേരിടുന്നുണ്ട്. എല്ലാ അധികാരങ്ങൾ കവരുന്ന പ്രശ്നമാണ്. ഫെഡറലിസത്തിന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന പ്രശ്നമാണ്. അത് പൊതുവിൽ രാജ്യത്താകെയുള്ളതാണ്. അതിൽ ഡൽഹിയിൽ പരിമിതമായ അധികാരികളൊന്നും ഡൽഹി നേരിടുന്നുണ്ട്, പഞ്ചാബ് വലിയ തോതിൽ നേരിടുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏത് ഭാഗം എന്നുള്ളതില്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതിനെതിരെ അണിനിരക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമാണ്, കേന്ദ്രം ഭരിക്കുന്ന കക്ഷി ഭരിക്കുന്ന സംസ്ഥാനത്തിന് ഇതിനോടൊപ്പം അണിചേരാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ടും അണിചേരാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം അതീവ ഗൗരവമുള്ളതാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഗൗരവമായി കാണേണ്ട ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം സംസ്ഥാനങ്ങൾ ഗൗരവമായി കാണുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അതിനയച്ച മറുപടി വ്യക്തമാക്കുന്നത്. ഏത് പ്രശ്നത്തിൽ? ഈ പ്രശ്നങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ധനപ്രതിസന്ധിയുടെ പ്രശ്നമുണ്ടല്ലോ, അത് കേരള ജനത എങ്ങനെ മനസ്സിലാക്കുന്നു? സിഎമ്മിന്റെ ഒരു കാൽക്കുലേഷൻ. കേരള ജനതയുടെ പ്രതികരണമാണല്ലോ നവകേരള സദസ്സിൽ കണ്ടത്. നവകേരള സദസ്സിന്റെ ഭാഗമായി പങ്കെടുത്ത 10,000 ഓരോ മണ്ഡലത്തിലുമല്ലേ ഉണ്ടായത്. അത് വൻപിച്ച ജനാവലിയായിരുന്നല്ലോ, എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണല്ലോ. കേരളത്തിലെ ജനങ്ങൾ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായി അണിനിരക്കുകയാണ്. പക്ഷെ ഇപ്പോഴുള്ള ഒരു ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്ത് ഓരോരുത്തരും ഓരോ ഭാഷയിൽ സംസാരിക്കുന്നു. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിന് എന്താണ് ഇനി ചെയ്യാൻ പറ്റുന്നത്? ഏത് ഭാഷയിൽ സംസാരിച്ച് ഏത് നരേറ്റീവ് കൊണ്ടുവന്നാലാണ് BJP-ക്കെതിരെയുള്ള ഒരു ശക്തമായ പ്രതിപക്ഷമായി നാഷണൽ ലെവലിൽ നിൽക്കാൻ പറ്റുക? ഇപ്പൊ വേണ്ടത് സംസ്ഥാനങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കലാണ്. സംസ്ഥാനങ്ങൾ തോറും ആ സംസ്ഥാനങ്ങളിലുള്ള യഥാർത്ഥ വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു യോജിപ്പ് വളർന്നു വരണം. ആ യോജിപ്പ് വളർത്തിക്കൊണ്ടുവരുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവർക്കുമുള്ള സ്ഥാനം അതത് നിലക്ക് പരിഗണിച്ചു കൊടുക്കണം. ഞങ്ങളാണ് എല്ലാറ്റിൻ്റെയും നേരവകാശികൾ എന്ന നില ഒരു വോട്ട് എടുക്കാതിരിക്കുക. അതിൻ്റെ മേലെ ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കി